ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. കോസാവചിന്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിലെ അപേക്ഷിച്ച് സമസ്തപദം കുറച്ച് കുറവാണ് ഈയൊരു ശ്ലോകത്തിൽ. എന്നാൽ ആദ്യത്തെ ഒരു വാക്ക് തന്നെ സമസ്തപദമാണ്. കോസാവചിന്യ മഹിമ. അവിടെ കഹ, അസൗ, അചിന്യ മഹിമ ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കോസാവചിന്യ മഹിമ. കഹ എന്നാൽ ആര്, അസൗ, അസൗ എന്നാൽ ഈ രൂപം. അതായത് ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ മുൻപിൽ അങ്ങനെ വലിയൊരു ആനയുടെ അത്ര വലിപ്പത്തിലും പിന്നീട് അത് മേഘത്തോളം വളരുന്ന ഈ ഒരു പന്നിയുടെ രൂപം, ഈ ഒരു രൂപത്തെ കണ്ടുകൊണ്ട് ആ രൂപത്തിൻ്റെ ഒരു മഹിമ പറയുകയാണ് അചിന്യ മഹിമ. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര മാഹാത്മ്യത്തോടു കൂടിയതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പന്നിക്ക് ഇങ്ങനെ ഇത്ര പെട്ടെന്ന്, അത് പന്നിയായിക്കോട്ടെ ഏതൊരു സൃഷ്ടിക്കും ഇത്ര പെട്ടെന്ന് തൻ്റെ രൂപത്തെ വലുതാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ബ്രഹ്മാവൊന്ന് ഒരു നിമിഷം ചിന്തയിൽ ആണ്ടപ്പോഴേക്കും അത് കുംഭിസദൃശമായി ഭവിച്ചപ്പോൾ ചിന്തയിൽ ആണ്ട് നിന്ന ബ്രഹ്മാവിൻ്റെ മുൻപിൽ വളരെ പെട്ടെന്ന് അത് മേഘത്തോളം വളർന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മാഹാത്മ്യത്തോടു കൂടിയതാണ് ഈ രൂപം. അങ്ങനെയുള്ള ഈ രൂപം ആരാണ്? ഈ ഒരു ആദ്യത്തെ 2 വരി എന്ന് പറയുന്നത് ബ്രഹ്മാവ് ഈ സമയത്ത് മേഘത്തോളം വളർന്നു നിൽക്കുന്ന ആ വരാഹരൂപത്തെ കണ്ടുകൊണ്ട് ബ്രഹ്മാവ് ചിന്തിക്കുന്നതാണ് ആദ്യത്തെ 2 വരിയിലായിട്ട് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് കോസാവചിന്യ മഹിമ, ഇതാരാണ് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മഹാത്മ്യത്തോടു കൂടിയ ഈ ഒരു രൂപം? കിടിരുത്ഥിതോമേ, കിടിഹി ഉത്ഥിതഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കിടിരുത്ഥിതഃ. കിടി എന്നാൽ വരാഹം, പന്നി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉത്ഥിതഃ ഉദ്ഭവിച്ച, മേ എന്നാൽ എൻ്റെ, നാസാപുടാൽ, അവിടെ ചില ബുക്കുകളിൽ നാസാപുടാത്ത് എന്ന് കാണും, രണ്ടും ശരിയാണ്. നാസാപുടാത്ത് എന്ന് പറഞ്ഞാൽ നാസാപുടാൽ എന്ന് പറഞ്ഞാലും നാസാദ്വാരത്തിൽ നിന്ന എന്നാണ്. അപ്പോൾ എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും ഉത്ഭവിച്ച ഈ വരാഹം, ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മാഹാത്മ്യത്തോടു കൂടിയ ഈ വരാഹരൂപം ആരാണ്? കഹ ആരാണ്? കിമു ഭവേദജിതസ്യ മായ, ഭവേദജിതസ്യ, ഭവേത് അജിതസ്യ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭവേദജിതസ്യ. അപ്പോൾ ഭവേത് എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ എന്നുള്ള ഒരിതാണ്. കിമു എന്ന് ചോദിച്ചാൽ ആവുമോ, അങ്ങയുടെ തന്നെ അജിതസ്യ, അജിതസ്യ എന്നാൽ മറ്റാർക്കും തന്നെ ജയിക്കാനാവാത്ത, അതിനെയാണ് അജിതൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മായ, മായ എന്നാൽ മായ. അപ്പോൾ ഇത് ഭഗവാനെ മറ്റാർക്കും ജയിക്കാനാവാത്ത അങ്ങയുടെ മായ തന്നെയാവുമോ ഞാൻ ഈ മുൻപിൽ കണ്ടത്? ഇങ്ങനെ ബ്രഹ്മാവ് സ്വയം ചിന്തിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഇത്രമാത്രം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മഹാത്മ്യം വേറെ ഒരു സൃഷ്ടിക്ക് പറയാവതല്ലോ. അതല്ലയോ ഭഗവാനെ,
അങ്ങേക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള ആ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മായ തന്നെയാണോ ഞാൻ ഈ കാണുന്നത് എന്നിങ്ങനെ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്. ഇത്തം എന്നാൽ ഇപ്രകാരം വിചിന്തയതി എന്ന് പറഞ്ഞാൽ വിചാരിച്ചു നിൽക്കെ. ധാതരി എന്നാൽ ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവ് ഇപ്രകാരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കെ ശൈലമാത്രഃ, ശൈലം എന്നാൽ പർവ്വതം, ശൈലമാത്രഃ പർവ്വതത്തോളം അത് വളർന്നു വീണ്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ ഉയരം കൊണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ, മേഘത്തോളം വളർന്നു, ഇനിയും പർവ്വതത്തോളം വളർന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം അതിൻ്റെ വ്യാപ്തി വശങ്ങളിലേക്കും കൂട്ടി അത് വീണ്ടും ഭീമാകാരമായിട്ടങ്ങനെ വളർന്നു. അങ്ങനെയുള്ള സദ്യോഭവൻ, സദ്യ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതൊക്കെ വളരെ നിമിഷ നേരം കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഭഗവാൻ അങ്ങനെ വീണ്ടും വലുതായി വളരെ പെട്ടെന്ന് തന്നെ. ഭവൻ എന്നാൽ അങ്ങനെ ഭവിച്ചിട്ട് കില ജഗർജിത ഗർജിച്ചുവല്ലോ ഭഗവാനെ. ഘോരം അതിഘോരമായി ഭഗവാനെ അങ്ങ് ഗർജിച്ചുവല്ലോ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തു വന്ന ഈ ഒരു ചെറിയൊരു വരാഹരൂപം വളരെ പെട്ടെന്ന് തന്നെയാണ് കുംഭിസദൃശനായതും ആകാശത്തോളം വളർന്നതും മേഘത്തോളം വളർന്നതും പിന്നീടത് പർവ്വതം മാതിരി അതിൻ്റെ വശങ്ങളിലേക്കും അതിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് അത്രമാത്രം ഭീമാകാരമായ ഒരു രൂപമായി. അതും നിമിഷ നേരം, നമുക്കൊരു ചിന്തയ്ക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട അല്ലേ, നമ്മൾ അത്രമാത്രം ചെറിയൊരു സമയമേ നമുക്ക് വേണ്ടു ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ. അല്ലയോ ഭഗവാനെ, മറ്റാരാലും ജയിക്കാനാവാത്ത അങ്ങയുടെ മായ തന്നെ ആവുമോ ഞാൻ ഈ കാണുന്നത് എന്ന് നമ്മളെപ്പോലെ ഒരു നിമിഷം ബ്രഹ്മാവ് ചിന്തിച്ച് നിന്നപ്പോഴേക്കും വശങ്ങളിലേക്കു കൂടി അതിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചിട്ട് പർവ്വതാകാര രൂപനായി മാറിയ വരാഹമൂർത്തി വളരെ ഘോരമായി ഒന്ന് ഗർജിച്ചുവല്ലോ, അതിഘോരമായി ഗർജിച്ചുവല്ലോ ഭഗവാനെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കോസാവചിന്യ മഹിമാ കിടിരുത്ഥിതോ മേ നാസാപുടാൽ കിമു ഭവേദജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരം. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കോസാവചിന്യ മഹിമ, അവിടെ വായിക്ക് അകാരം കൊടുക്കണം. കാരണം കോ കഹ അസൗ അചിന്യ മഹിമ ആണ്. അതുകൊണ്ട് കോസാവചിന്യ മഹിമ വായിക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ കിടിരുത്ഥിതോമേ രായ്ക്ക് ഉകാരം, കിടിഹി ഉത്ഥിത കിടിരുത്ഥിതോമേ. പിന്നെ അതുപോലെ രണ്ടാമത്തെ വരിയിൽ വരുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു നാസാപുടാൽ അല്ലെങ്കിൽ നാസാപുടാത്ത്, രണ്ടും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കുക. പിന്നെ ഭവേദജിതസ്യ, അവിടെ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അത് അജിതസ്യാണ്, അജിതനാണ് ഭഗവാൻ. ആരാലും ജയിക്കപ്പെടാനാവാത്തവനാണ് ഭഗവാൻ. ഭഗവാനെ ആർക്കാണ് തോൽപ്പിക്കാനാവുക? അപ്പോൾ അജിതസ്യ, ഭവേദജിതസ്യ മായ. പിന്നെ അടുത്തത് അതുപോലെ ഇവിടെ ശൈലമാത്രഃ, അവിടെ വിസർഗമുണ്ട്, അതും എടുത്ത് തന്നെ പറയുക, ശൈലമാത്രഃ. പിന്നെ ജഗർജിത, അവിടെ ജ കൂട്ടക്ഷരമാണ് രണ്ടാമത് വരുന്നത്, ജഗർജിത. പിന്നെ അടുത്ത ഥ ഖരാക്ഷരമായതുകൊണ്ട് അതും കുറച്ച് കട്ടിയിൽ തന്നെ പറയേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പൊതുവെ കുറച്ച് വായിക്കാൻ എളുപ്പമുള്ള ഒരു ശ്ലോകമാണത്. സമസ്ത പദങ്ങളും കുറവാണ്, കട്ടിയുള്ള വാക്കുകളും കുറവാണ്. ഹരേ കൃഷ്ണ.